കോഴിക്കോട് മുക്കത്ത് നിന്നുള്ളൊരു നല്ല കാഴ്ചയിലേക്കാണിനി. കാഴ്ചശക്തിയില്ലാത്ത മൂസ ഹാജിയെ ദിവസവും നിസ്കാരത്തിനായി പള്ളിയിൽ കൊണ്ടുപോകുന്നത് സമീപത്ത് കിടക്ക് നിർമ്മാണ കമ്പനി നടത്തുന്ന ഹിന്ദു വിഭാഗക്കാരനായ മുരളി. 4 വർഷം മുൻപ് മൂസ ഹാജിക്ക് കാഴ്ച നഷ്ടപ്പെട്ടത് മുതൽ തുടരുന്നതാണ് ഈ പതിവ്. കാഴ്ചയില്ലാത്ത മൂസ ഹാജിയെ ദിവസവും നമസ്കാരത്തിനായി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും കിടക്ക നിർമ്മാണ തൊഴിലാളിയായ മുരളിയാണ്. ചെയ്യുന്നത് വലിയ കാര്യമാണെന്ന് ഇതുവരെ തോന്നിയിട്ടേയില്ല. പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് മുസ്ലിംകാര് ചായ കൊടുക്കാനുള്ളതല്ലാതെ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടായി തോന്നിയില്ല. പള്ളി കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായിരുന്ന മൂസ ഹാജിക്ക് പ്രമേഹബാധയെ തുടർന്ന് 4 വർഷം മുൻപാണ് കാഴ്ച നഷ്ടമായത്. പരസഹായം കൂടാതെ നടക്കാൻ കഴിയില്ല. തികഞ്ഞ മതവിശ്വാസിയായ ഹാജിക്ക് 5 നേരവും പള്ളിയിൽ പോകാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. ഇത് മനസ്സിലാക്കിയാണ് സമീപത്ത് തന്നെ കിടക്ക നിർമ്മാണ യൂണിറ്റ് നടത്തുന്ന മുരളി ഹാജിയെ പള്ളിയിലെത്തിക്കാൻ തുടങ്ങിയത്. 5 വർഷത്തോളം എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടിട്ട് ആ 5 വർഷം മിക്കവാറും ടൈമിന് പിന്നെ നമസ്കാരത്തിന്റെ ടൈം ആകുമ്പോൾ അങ്ങോട്ട് പിടിയിൽ നിന്ന് അവനിറങ്ങി വന്ന് എന്നെ കൂട്ടി പള്ളിയിലേക്കാക്കി പോരുകയും ചെയ്യും പതിവാണ്. ചെറിയ കേൾവിക്കുറവുണ്ടെങ്കിലും ബാങ്ക് വിളി കൃത്യമായി കേൾക്കുന്ന മുരളി ഏത് തിരക്കും മാറ്റിവെച്ച് ഹാജിയുടെ വീട്ടിലേക്കെത്തും. പ്രാർത്ഥന കഴിയുന്നതുവരെ പള്ളിക്ക് പുറത്ത് കാത്തുനിൽക്കും. സ്ഥലത്തില്ലാത്ത ദിവസങ്ങളിൽ അസൌകര്യം ഹാജിയെ മുൻകൂട്ടി അറിയിക്കും. കഴിയുന്ന അത്രയും കാലം ഹാജിക്ക് പള്ളിയിലേക്ക് കൂട്ടുപോകാൻ താനുണ്ടാകുമെന്ന് നിഷ്കളങ്കമായി പറഞ്ഞുവെക്കുന്നു മുരളി. സാനിയോ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.